The next topic is differential equation representation of LTI system. That is how a linear time invariant system can be represented as differential equation and how we can find out the solution. Please remember, differential equation representation is used for continuous time signal and difference equation is used for discrete time system. We will deal with both of these, and in the first module we will deal with differential equation representation of LTI system. That is, we are going to deal with continuous time system. So the input output characteristics of a system can be represented like this. The general form of differential equation is y of t is the output, x of t is the input. Then we can find the relation between input and output like this. That is, sigma k equal to 0 to n a k d raised to k y of t by dt raised to k, which is equal to similarly the summation of bk into d raised to k by dt raised to k x of t. That means it consists of kth order equation in several times, which is equal to the summation of different order equations of input signals. For example, this is equal to a0 into d raised to 0 by dt raised to 0 y of t plus a1 into d by dt of y of t plus a2 into d square by dt square of y of t, etc. is equal to sigma k equal to b0 d raised to 0 by dt raised to 0 x of t plus etc., where a and b are coefficients or constants of the system. Anyway, where x of t is the input and y of t is the output, the relation between input and output is related through this equation. Here you can see the expanded version of the previous equation, a0 d raised to n by dt raised to n y of t plus a1 into d raised to n minus 1 dt raised to n minus 1 y of t. ഏത് രീതിയിൽ എഴുതാം? അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? a0 d raised to 0 by dt raised to 0 y of t. എനിവേ ഈ y of tയുടെ ഡിഫറൻഷ്യൽ ഫോമിലും ഇൻടു എ കോൺസ്റ്റൻറ്റ്, അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സിമിലർലി എനിക്ക് ഇൻപുട്ടിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? d by dt of x of t plus d square by dt square of x of t. Anyway, any differential equation with respect to the input, അത് തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് LTI സിസ്റ്റം. ഇനി നമ്മൾ ഈ d by dt raised to n d by dt raised to n എന്ന് എഴുതുന്നതിന് പകരം d by dt നെ എന്തെന്ന് എഴുതും? s എന്ന് എഴുതും. സോ d raised to n by dt raised to n can be written as s raised to n. സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? എസ് എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? a0 s raised to n plus a1 s raised to n minus 1, where s is d by dt. So etc. is equal to x of t. എനിക്കിതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും സൊല്യൂഷൻ എനിക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ ഈസ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സീറോ ഇൻപുട്ട് റെസ്പോൺസ്. അപ്പോൾ ഈ രണ്ട് റെസ്പോൺസ് കണ്ടുപിടിച്ചിട്ട് സം ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം കിട്ടുന്നത്. നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ടു ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ഓഫ് ദസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഒരു കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് വെൻ ഇൻപുട്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ ഈക്വേഷൻ എഴുതിയപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്നാണ് എഴുതിയത്. ആ ഇൻപുട്ട് 0 ആയിരിക്കുമ്പോൾ, ഇൻപുട്ട് 0 ആണെങ്കിൽ എനിക്ക് സിസ്റ്റം തരുന്ന റെസ്പോൺസിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ടിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു nth പവറുള്ളൊരു ഇക്വേഷൻ കിട്ടും. അത് nth ഓർഡറിലുള്ളൊരു ഇക്വേഷൻ കിട്ടും. അതിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ആൻഡ് വി വിൽ ഫൈൻഡ് ദ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന കുറേ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ s raised to n
ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ A0 S² പ്ലസ് A1 S പ്ലസ് A0. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ക്വയർ ടേമാണ് എസ് സ്ക്വയർ ആണ്. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ എനിക്ക് 2 സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. അതിനെ ഞാൻ S1 എന്നും S2 എന്നും വിളിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും. അതായത് yn ഓഫ് ടി ഇസ് ഈക്വൽ ടു yn ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, ഈ S⁻n എന്ന് പറയുന്നത് എന്താ, d/dt ഓഫ് y ഓഫ് ടി എന്നാണ്. ആ y ആണ് നമ്മൾ പറയുന്ന സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k1 ഇൻറ്റു e റൈസ് ടു S1t, വേർ S1 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 സൊല്യൂഷൻ അതിന് കിട്ടും. അതിൽ ഫസ്റ്റ് വൺ ആണ് S1 പ്ലസ് k2 ഇൻറ്റു സെക്കൻഡ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റൈസ് ടു S2 ഇൻറ്റു ടി. S2 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സെക്കൻഡ് സൊല്യൂഷൻ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. നമ്മൾ നോർമലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 സൊല്യൂഷൻ കിട്ടുമെങ്കിൽ ആ ഓരോ സൊല്യൂഷനാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ എഴുതുന്നത്. അങ്ങനെ എത്ര സൊല്യൂഷൻ ഉണ്ടോ അതിനെല്ലാം സമ്മായിട്ട് എനിക്ക് എന്ത് എഴുതാം, ഈ നാച്ചുറൽ റെസ്പോൺസിനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇൻ കേസ് ഓഫ് നാച്ചുറൽ റെസ്പോൺസ് ദ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 0. Now S1, S2, S3 are the roots of this characteristic equation. ഇനി എനിക്ക് റൂട്ട്സ് എന്ന് പറയുന്നത് പല രീതിയിൽ വരാം. മേ ബി സെക്കൻഡ് ഓർഡർ ഇക്വേഷനിലെ 2 റൂട്ടും സെയിം ആവാം, അല്ലെങ്കിൽ 2 റൂട്ടും ഡിഫറൻ്റ് ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ടേം വരാം, അല്ലേ? അങ്ങനെ പല രീതിയിൽ എനിക്ക് എന്ത് വരാം, റൂട്ട് വരാം. സോ എനിക്ക് കിട്ടിയേക്കുന്ന റൂട്ട് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ 2 റൂട്ടും, ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന S1 ഈസ് ഈക്വൽ ടു 1, S2 ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും, k1 ഇൻറ്റു ഇ റൈസ് ടു S1t. ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് R ആണ് നമ്മുടെ റൂട്ടെങ്കിൽ k ഇൻറ്റു ഇ റൈസ് ടു RT. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സൊല്യൂഷൻ എഴുതാം. സോ എനിക്ക് കിട്ടിയേക്കുന്ന 2 സൊല്യൂഷൻ S1 ഈക്വൽ ടു 1, S2 ഈക്വൽ ടു 2 സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിരുന്നു. എനിക്ക് 2 സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതും, ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് k1 ഇൻറ്റു ഇ റൈസ് ടു S1 ഇൻറ്റു ടി, ദാറ്റ് ഈസ് 1 ഇൻറ്റു ടി പ്ലസ് k2 ഇൻറ്റു ഇ റൈസ് ടു 2t, വെർ 2 ഈസ് ദ സെക്കൻഡ് സൊല്യൂഷൻ. അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ടാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, അതിനെ k ഇൻറ്റു ഇ റൈസ് ടു RT, R എന്ന് പറയുന്നത് ഈ ഒരു സൊല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എനിക്ക് കിട്ടിയേക്കുന്ന റിപ്പീറ്റഡ് റൂട്ടാണ്, അതായത് S1 ഈക്വൽ ടു S2 ഈക്വൽ ടു 2 എന്നാണെങ്കിൽ, അതായത് അത്രയും ടൈംസ് എനിക്ക് റൂട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ എഴുതും, ഇ റൈസ് ടു RT, ബിക്കോസ് R ഈസ് സെയിം, രണ്ടും 2 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു 2t ഇൻറ്റു k0 പ്ലസ് k1t പ്ലസ് k2 t സ്ക്വയർ എക്സെട്ര. അതായത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ഞാൻ നോക്കാം. അപ്പോൾ ഇവിടെ p+1 ടൈം ആണെങ്കിൽ ഏതുവരെ പോവും, t റൈസ് ടു p വരെ പോവും. അതായത് എനിക്ക് കിട്ടിയേക്കുന്ന സൊല്യൂഷൻ 2 റൈസ് ടു 2 ആണെന്നുണ്ടെങ്കിൽ എവിടം വരെ പോവും, k0 പ്ലസ് k1 ഇൻറ്റു t. അതായത് p+1 ഈസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ 2 ടൈംസ് ആണ് റൂട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ k0 പ്ലസ് k1 ഇൻറ്റു ടി. അതായത് ഇതെന്ന് പറയുന്നത് എത്രയാണ്, ദിസ് മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു ടി വരെ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് പോകത്തുള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് റൂട്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണെങ്കിൽ, അതായത് എ പ്ലസ് ഓർ മൈനസ് ജെ ഒമേഗ അങ്ങനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും, ഇ റൈസ് ടു 80 ഇൻറ്റു k1 കോസ് ഒമേഗ ടി പ്ലസ് k2 സൈൻ ഒമേഗ ടി. അങ്ങനെയായിരിക്കും എന്താ എഴുതേണ്ടത്, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണെങ്കിൽ എഴുതേണ്ടത്. എനിവേ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ എഴുതുന്നതും കൂടെ അറിഞ്ഞേക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇൻപുട്ട് 0 ആണെങ്കിലുള്ള കേസാണ് പറഞ്ഞത്. ഇനി എന്തും കൂടെ അതായത് നാച്ചുറൽ റെസ്പോൺസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സ്ഡ് റെസ്പോൺസ്, അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതേത് ടൈപ്പ് ഇൻപുട്ടാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇഫ് ഇൻപുട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ് C0, ഇൻപുട്ട് എന്ന് പറയുന്നത് C0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫോഴ്സ്ഡ് റെസ്പോൺസും എന്തായിരിക്കും, വേറൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും Z1. ഓക്കെ, ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് ഇ റൈസ് ടു ആൽഫ ടി, ഇ റൈസ് ടു ഒരു ടേം ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് C1 ഇൻറ്റു ഇ റൈസ് ടു ആൽഫ ടി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി കോസ് ഒമേഗ ടി പ്ലസ് ബീറ്റ ആണ് ഇൻപുട്ട് എങ്കിൽ C1 കോസ് ഒമേഗ ടി പ്ലസ് C2
സൈൻ ഒമേഗ ടി ആയിരിക്കും എന്തെന്ന് പറയുന്നത് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു കോസ് ടേം ആണ് ഇൻപുട്ട് എങ്കിൽ എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന എന്തായിരിക്കും ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടി. അപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ ശരിക്കും എനിക്ക് എന്ത് എഴുതാം, ഈ ഒരു റെസ്പോൺസ് എഴുതാനായിട്ട് പറ്റും. ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് ടി ആണെങ്കിൽ എന്ത് വരും C0 പ്ലസ് C1 ഇൻറ്റു ടി. ടി റൈസ് ടു പി ആണെങ്കിൽ ഇവിടെ എന്ത് വരും C0 പ്ലസ് C1 ടി പ്ലസ് C2 ടി സ്ക്വയർ പ്ലസ് എക്സെട്ര CP ഇൻറ്റു ടി റൈസ് ടു പി. ഇത് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇവിടെ പി എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്. അപ്പോൾ എന്ത് വരും C0 പ്ലസ് C1 ടി. ശരിക്കും ഇത് രണ്ടും അറിയണമെന്നില്ല, ഈ ഒരു ജനറൽ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ടി ഇൻറ്റു ഇ റൈസ് ടു ആൽഫ ടി ആണെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു C0 പ്ലസ് C1 ടി. ഇനി ഇവിടെ ടി സ്ക്വയർ വന്നാൽ എന്ത് വരും ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു C0 പ്ലസ് C1 ടി പ്ലസ് C2 ടി സ്ക്വയർ. കാരണം ഈ ഒരു കാര്യം തന്നെ എവിടെ വരിക, ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഇതറിയണമെന്നില്ല, ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇതറിയാമെങ്കിൽ എന്തും എഴുതാം, എനിക്ക് ഇതും എഴുതാനായിട്ട് പറ്റും. ഇനി ഈ ഒരു കാര്യം അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊരു ഇ റൈസ് ടു ആൽഫ ടി വന്നാലും സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നുള്ളൂ. ഇനി ഇവിടെ ഈ ആൽഫ എന്ന് പറയുന്ന ഇ റൈസ് ടു ആൽഫ എന്ന് പറയുന്ന എന്താണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നാച്ചുറൽ റെസ്പോൺസിൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത്. കാരണം അവിടെ ഇ റൈസ് ടു S1 ടി ഇ റൈസ് ടു S2 ടി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ആൽഫ എന്ന് നമ്മൾ